പോയാൾ പോയി, കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു പോയിക്കോളൂ. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ്. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നു. ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും മുരക്കുഴി വെള്ളത്തിലേക്ക് വീണുപോയാൽ പോയാൾ പോയി, കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു പോയിക്കോളൂ. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ്. പക്ഷെ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സഖാബ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേട്ട് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഈ പുഴ കടന്ന് കാട്ടിക്കുടക്കരി ആ ചാഞ്ഞ് നിൽക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നത്. അങ്ങനെയാണ് കക്കയും ഉരക്കുഴി വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങി. ഇതിൻ്റെ അടിഭാഗത്തൊരു വിനോദസഞ്ചാരം എത്തണമെങ്കിൽ കരിയാത്തുംപാറ എന്ന് 3.5 കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറിയെന്നാൽ മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് എത്താൻ കൊള്ളൂ. വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ എത്തിക്കഴിഞ്ഞൊരു വിനോദസഞ്ചാരി മുകളിലോട്ട് നോക്കി നിന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല. പാടെ പൊത്തിക്കൂടെയല്ല വെള്ളം പോകുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. വേറെ പ്രത്യേകമാണ് ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചായുടെ പാറ, നെറ്റി, കണ്ണ്, മൂക്ക്, വായി തടഞ്ഞു നിൽക്കുന്ന പാറ. ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിൻ്റെ സെൻ്ററാണ്. റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മണി വരെ മാത്രമേ നിർത്തുള്ളൂ. അവിടെ 4 മണിക്കൂർ വിശ്രമിപ്പിക്കും. എന്നിട്ട് ആ 10 പേരെ 300 മീറ്റർ ഉള്ളിലേക്ക് നടന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ആ മരത്തെ വടം കെട്ടി ആദ്യം താഴോട്ട് ഇടുമായിരുന്നു. 1 ഡേ ടൂറായിട്ട് ട്രെക്കിംഗ് ആയിട്ട് വന്നിട്ട് ഇവിടെ കാണിച്ച്, നിങ്ങളിപ്പം റോഡ് കണ്ടില്ല, കല്ലുപപ്പിച്ച അവിടെ 5:30 ആകുമ്പോൾ ഒരു ജീപ്പ് വന്ന് നിർത്തും. ഈ 10 പേരെ കയറിയിട്ട് ഇവിടെ കൊണ്ട് കാണിക്കും. എന്നിട്ട് ഇവിടെ ഒരു ജീപ്പ് വന്ന് നിൽക്കുമായിരുന്നു. 5:30 ആകുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് പോകാൻ. അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ 10 പേരിൽ ഒരു അധ്യാപകൻ അറ്റാക്കായി മരിക്കുന്ന പാറക്കടന്ന്. അങ്ങനെ ഈ ബോഡി താഴെ എത്തിക്കാൻ വേണ്ടി അന്ന് മൊബൈൽ സംവിധാനമൊന്നുമില്ലല്ലോ. ഒരു ദിവസം എടുത്തു. അങ്ങനെ ഫോറസ്റ്റിൻ്റെയും പോലീസിൻ്റെയും ചോദ്യം വന്ന് ഇതാരെ കടത്തി അതുകൊണ്ട് പരിപാടി നിർത്തലാക്കി.